ഹായ് എവരിവൺ, വെറും 10 മിനിറ്റിനുള്ളിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെയിറ്റ് പാൻ ആണ് കേട്ടോ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. 2.25 മീറ്റർ ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചു. ഫസ്റ്റ് മെറ്റീരിയലിന്റെ അറ്റം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിന്നും താഴോട്ടേക്ക് ബെൽറ്റിന് വേണ്ടിയിട്ട് 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആക്കി മാറ്റി കൊടുക്കണം. ബെൽറ്റിന് വേണ്ടി മാർക്ക് ചെയ്ത ലൈനിൽ നിന്നാണ് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ ഫുൾ ലെങ്ത് ആയിട്ട് 38 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് 2 ഇഞ്ച് ഫോൾഡിങ്ങിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. വേസ്റ്റ് മാർക്ക് ചെയ്യാം. വേസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ സൈഡിൽ കൊടുക്കാം. അത് വെച്ചിട്ട് നിങ്ങളുടെ വേസ്റ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്റെ ഹിപ്പ് റൗണ്ട് 42 ഇഞ്ചസ് ആണ്. അതുകൊണ്ട് ഞാൻ 12.5 ആണ് മാർക്ക് ചെയ്യുന്നത്. ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യാം. ബെൽറ്റിന്റെ ഈ ലൈനിൽ നിന്നും താഴോട്ടേക്കാണ് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് എത്രയാണോ വേസ്റ്റ് റൗണ്ട് കിട്ടിയത് അതിനേക്കാൾ 1 ഇഞ്ച് കൂടുതലായിരിക്കും ക്രോച്ച് ലെങ്ത് കിട്ടുന്നത്. അപ്പൊ ഞാൻ 13.5 ഇഞ്ചില് ക്രോച്ചിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാണ്. ക്രോച്ച് കർവിന് വേണ്ടിയിട്ട് ഞാൻ 3 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ഹിപ്പ് റൗണ്ട് 40 വരെ ആണെങ്കിൽ 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്താൽ മതി. ഞാൻ 42 ആയതുകൊണ്ടാണ് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ക്രോച്ചൂടെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാണ്. നെക്ക് റൗണ്ട് എനിക്ക് 7 ഇഞ്ചാണ് വേണ്ടത്. അതിന്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും തയ്യൽ തുമ്പിലേക്ക് ഞാൻ ഒന്ന് ചെരിച്ചിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തയ്യൽ തുമ്പ് മനസ്സിലാവും. ഈ മാർക്കിൽ നിന്നും ക്രോച്ചിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതോടെ പാന്റിന്റെ മാർക്കിംഗ് കഴിഞ്ഞു. ഇനി കട്ട് ചെയ്ത് മാറ്റാം. സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. പാന്റ് ഇതുപോലെ നിവർത്തി വെക്കണം. എന്നിട്ട് രണ്ടിന്റെയും നല്ല സൈഡുകൾ ഒന്നിച്ച് വെച്ചു കൊടുക്കാം. എന്നിട്ട് ക്രോച്ചിന്റെ 2 സൈഡിലൂടെയും 1/2 ഇഞ്ച് വിട്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ക്രോച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി താവ് മടക്കി സ്റ്റിച്ച് ചെയ്യാം. താവ് മടക്കി സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഇതുപോലെ ക്രോച്ചിന്റെ ഭാഗം സെന്ററിൽ വരുന്ന വിധത്തിൽ മടക്കി വെച്ചു കൊടുക്കാം. പാന്റിന്റെ സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടി തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ചായിരുന്നു നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്രോച്ചിന്റെ സൈഡിൽ എത്തുന്ന സമയത്ത് 1.5 ഇഞ്ചിൽ നിന്നും 1/2 ഇഞ്ചിലേക്കാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യേണ്ടത്. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇലാസ്റ്റിക് കടത്തിവിടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതുപോലെ 1/2 ഇഞ്ചിൽ മടക്കി കൊടുക്കാം. എന്നിട്ട് 1.5 ഇഞ്ച് വിത്തിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൽ നിന്നും 3 ഇഞ്ച് കുറച്ചതാണ് ഇലാസ്റ്റിക്കിന്റെ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. എന്റെ വേസ്റ്റ് റൗണ്ട് 38 ആണ്. അതിൽ നിന്നും 3 ഇഞ്ച് കുറച്ചിട്ട് 35 ഇഞ്ചസിലാണ് ഇലാസ്റ്റിക് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇലാസ്റ്റിക് ഒരു സൈഡിലൂടെ കടത്തിയിട്ട് മറ്റേ സൈഡിലൂടെ പുറത്തെടുക്കാം. ഒന്നിന് മുകളിൽ ഒന്ന് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഗ്യാപ്പ് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പൊ എല്ലാ സ്ഥലത്തും ഇലാസ്റ്റിക് ഒരുപോലെ വലിഞ്ഞു കിട്ടും. എന്നിട്ട് ഇതിന്റെ സെന്ററിലൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം. അങ്ങനെ ഈസി ആയിട്ട് ഒരു സ്ട്രൈറ്റ് പാന്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.